രാജു, എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ? എന്റെ സ്വത്തുക്കള് രാജുവിന് കൂടി അവകാശപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞതിനാണ് ഇത്ര ടെൻഷൻ. അതെ മാഡം, എനിക്കത് ടെൻഷൻ തന്നെയാ. പിന്നെ എന്റെ എല്ലാ സ്വത്തുക്കൾക്കും എന്റെ ഭർത്താവിനല്ലാതെ മറ്റാർക്കും അവകാശം വരിക? എന്റെ പൊന്നു മാഡം, ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ലോട്ടറി അടിച്ചാൽ പോലും ഞാൻ ഇങ്ങനെ ചിന്തിക്കൂ. അപ്പോ മറ്റുള്ളവരുടെ സ്വത്തിന് ഞാൻ അവകാശമാണെന്ന് പറഞ്ഞാലോ? ഞാൻ മറ്റുള്ളവളാണോ രാജു? രാജു എന്റെ ആരാ? അത് മറന്ന് സംസാരിക്കരുത്. അതാ മാഡം എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഇത്രയും ഭാഗ്യവതിയായ വലിയ കോടീശ്വരിയായ മാഡത്തിന്റെ ഭർത്താവായി ഇരിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാ? രാജു, കുറെ കാശുണ്ടെന്ന് കരുതി അതാണോ യോഗ്യത? രാജു എന്തൊക്കെയാ ചിന്തിക്കണേ? എന്തൊരു ഇൻഫീരിയോറിറ്റി ഏത്? മാഡം, ഇൻഫീരിയോറിറ്റിയും സുപ്പീരിയോറിറ്റിയും ഒക്കെ വിട്. മാഡത്തിനെ പോലൊരു പെൺകുട്ടി എന്തിന് എന്റെ വീട്ടിൽ കിടന്ന് ഇതുപോലെ ആട്ടും തുപ്പും ഒക്കെ സഹിക്കണം? എന്റെ വീട്ടിലെ കഷ്ടപ്പാടുകൾക്കിടയിൽ കിടന്ന് മാഡം എന്തിനാ നരകിക്കുന്നേ? എത്ര സന്തോഷത്തോടെ മാഡത്തിന് ജീവിക്കാൻ പറ്റും? രാജു, വീട്ടുകാരെ സ്വത്തുക്കളെല്ലാം എന്റെ പേരിൽ എഴുതി തന്നു. അതുകൊണ്ട് ഞാൻ രാജുവിനെ ഉപേക്ഷിച്ച് പോണമെന്നാണോ രാജു പറയുന്നത്? അതോ എന്നെ ഒഴിവാക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ അത് നടപ്പാക്കാനാണോ രാജു നോക്കുന്നേ? മാഡം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്ന? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മാഡം, എനിക്ക് ദേവിയാ. ആ ദേവി എന്ന കോൺസെപ്റ്റ് ഇനിയെങ്കിലും വിട് രാജു. രാജു, ഞാൻ രാജുവിന്റെ ഭാര്യയെ അങ്ങനെ കാണും രാജു. മാഡം, നമ്മൾ രണ്ട് വീട്ടുകാരും രണ്ട് കൾച്ചറല്ലേ? വാട്ട് നോൺസെൻസ് രാജു. രണ്ട് കൾച്ചറോ? എല്ലാം ഒരു കൾച്ചർ തന്നെയാ. ക്വാളിഫിക്കേഷനിലൊന്നും അല്ല രാജു ആളുകളെ അളക്കേണ്ടത്, ക്വാളിറ്റിയില്ല. വേണുങ്ങളുടെ രാധമ്മയെ നോക്കിയേ. രാധമ്മ ഇപ്പൊ എന്നോട് അല്പം ദേഷ്യത്തിലാണെങ്കിലും അവരുടെ ആ കൾച്ചർ ഒന്ന് നോക്കിയേ. അതൊക്കെ കണ്ട് പഠിക്കണം. മാഡം, ഞാൻ അതൊന്നുമല്ല ചിന്തിക്കുന്ന. എന്റെ വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെയാ, കൂടാതെ വാടക വീടും. ആ കഷ്ടപ്പാടൊക്കെ കണ്ടല്ലേ എന്റെ അമ്മമ്മ ഇതെല്ലാം നമുക്ക് എഴുതി തന്നത്.